അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അൽ ജന്നത്തു മുഷ്താഖത്തുൻ ഇല അർബഅത്തി നഫരിൻ. 4 വിഭാഗം ആളുകളെ സ്വർഗം ആഗ്രഹിക്കുന്നു എന്ന്. 4 വിഭാഗം ആളുകളെ സ്വർഗം ആഗ്രഹിക്കുന്നു. നാം ഓരോരുത്തരും സ്വർഗത്തെ ആഗ്രഹിക്കുമ്പോൾ, സ്വർഗത്തിൽ പോകാൻ ഇഷ്ടപ്പെടുമ്പോൾ, സ്വർഗം ആഗ്രഹിക്കുന്ന 4 വിഭാഗം ആളുകളുണ്ട്. ഒന്ന്, താലിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഷരീഫ് നിരന്തരമായി പാരായണം ചെയ്യുന്നവരാ. 2, ഹാഫിളുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നവരാ. 3, മുത്തഇമിൽ ജീആൻ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാ. 4, സുവാമി റമളാൻ, റമളാൻ ഷരീഫിൽ കൃത്യമായ നിലയിൽ തന്നെ നോമ്പനുഷ്ഠിക്കുന്നവരാ. ഈ 4 വിഭാഗം ആളുകളെ സ്വർഗം ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ബഹുമാനികളെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിൻ്റെ പാരായണം നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ നമ്മൾ നടത്തണം. എന്തുകൊണ്ട്? നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർഗം നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. രണ്ടാമത്തത്, നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കുക എന്നതാണ്. അവസരങ്ങളിലും അനവസരങ്ങളിലും വേണ്ടാത്ത കാര്യങ്ങൾ നാം സംസാരിക്കാതിരിക്കുക. വേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കണം നമ്മുടെ നാവിൽ നിന്നും വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ സ്വർഗം നമ്മെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാധുക്കൾക്ക് കഴിയുമ്പോഴെല്ലാം നമ്മെക്കൊണ്ട് സാധിക്കുന്ന നിലയ്ക്ക് സാധുക്കൾക്ക് നാം ഭക്ഷണം കൊടുക്കാൻ തയ്യാറാവുക എന്നതുമാണ്. അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫ് നമുക്ക് നൽകിയേക്കുന്ന അവസരമാണ്. നല്ല രീതിയിൽ നാം നോമ്പനുഷ്ഠിച്ചാൽ സ്വർഗം നമ്മെ ഇഷ്ടപ്പെടും, നമ്മെ ആഗ്രഹിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തം കിട്ടുന്ന എല്ലാ അമലുകളും നല്ല രീതിയിൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിലും ബന്ധപ്പെട്ടവരിലും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലും ആരെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എല്ലാവർക്കും അല്ലാഹു സമാധാനവും റാഹത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.